സദാചാര പ്രസംഗവുമായി കായംകുളം എം.എൽ.എ. യു പ്രതിഭ. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണെന്നുമാണ് എം.എൽ.എയുടെ പരാമർശം. അത് നിർത്താൻ ആവശ്യപ്പെട്ട് തുണിയുടുത്ത് വരാൻ പറയണം. ഇതിന്റെ പേരിൽ സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുതെന്നും യു പ്രതിഭ പറഞ്ഞു. മോഹൻലാലിന്റെ ടെലിവിഷൻ ഷോയ്ക്കും വിമർശനമുണ്ട്. മോഹൻലാൽ നടത്തുന്നത് ഒളിഞ്ഞുനോട്ട പരിപാടി എന്നാണ് വിമർശനം. നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വായ്പോക്കെയാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറണം. അത്താരം പറയണോന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറഞ്ഞാൽ എന്റെ നേരെ ഇനി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. പിന്നെ തുണി ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഇപ്പം ദിഗംബരന്മാരായിട്ട് നടക്കണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല. ലേഡിണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ഒന്നും എന്താ അങ്ങനെ ദിഗംബരം വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ? ദിഗംബരനാണോ? ദിഗംബരനാണ്. സോറി, ഞാൻ തെറ്റാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും സമയത്തുള്ള ഒരു കാര്യം പറയണം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നിട്ടത് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വാങ്ങിയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയയിൽ നിന്നുള്ള നൈതികനായിട്ട് പറയില്ല. നാളെ എന്നെ ഏറെ കേൾക്കുന്നുണ്ട്. പൊന്നമോ ആവശ്യമുണ്ട്. ഇവിടെ മീഡിയ ഒന്നും ഇല്ലല്ലോ അല്ലെ? സത്യം പറഞ്ഞാൽ ഭയമാണ് കേട്ടോ. പറയുമ്പോൾ ഒരു ഭയം എന്ന് വെച്ചാൽ വെറുതെ വരുന്നവരും പോകുന്നവരും എല്ലാം ഇരുന്ന് നമ്മളെല്ലാം അത്തരം ചില ചിന്തകളിൽ നമ്മൾ മാറണം. നാടകക്കാർ എന്തുകൊണ്ടാണ് ഒരു നാടക നടനെ ഒരു ഷോ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത്? വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ എം.എൽ.എ. യു പ്രതിഭയ്ക്ക് തന്നെ അവർ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. കാരണം പറയുന്നുണ്ട് ഈ നാട്ടിലെ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണമെന്നൊക്കെ ഓരോരുത്തരുടെയും അവകാശമാണ്, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതേ എം.എൽ.എ. തന്നെയാണ്, അതും ഒരു ഇടതുപക്ഷ എം.എൽ.എയുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ സ്വാഭാവികമായി നമുക്കറിയാം, ഒരു സിനിമാ താരം വന്നു കഴിഞ്ഞാൽ, ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കൂട്ടം ഉണ്ടാകും. അത് അവരുടെ വസ്ത്രം മാത്രമല്ല അതിലെ ഘടകം, അവരോടുള്ള ആരാധന കാരണം അവിടെ ആൾക്കൂട്ടം തടിച്ചുകൂടാം. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് യു പ്രതിഭ ഇത്തരമൊരു പ്രസ്താവന, ഇത്തരമൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്? എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഇപ്പോൾ വിവാദമായതോടെ ഇതേക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നടത്താൻ എം.എൽ.എ. തയ്യാറായിട്ടുണ്ടോ? ടോമ, കായംകുളത്ത് സംഘടിപ്പിച്ച തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം യു പ്രതിഭ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ അവർ സിനിമാ താരങ്ങളെ അപമാനിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഉദ്ഘാടനത്തിന് പോകുന്നത് അല്പവസ്ത്രധാരികളായിട്ടാണ് എന്നുള്ള കാര്യമാണ് യു പ്രതിഭ സൂചിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വസ്ത്രം ധരിച്ച് പോകുന്നവരെ കാണാനായി ആൾക്കൂട്ടം തിങ്ങി നിറയുന്നു. ഇത്തരത്തിലുള്ള വായ്നോക്കികളാണോ കേരളത്തിൽ ഉള്ളത് എന്നുള്ള ചോദ്യം കൂടി അവർ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മാന്യമായ വസ്ത്രം, സദാചാരം പറയുകയാണെന്ന് തോന്നരുത്, എങ്കിൽ പോലും മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് യു പ്രതിഭ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ചലച്ചിത്ര താരങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രസംഗം തുടങ്ങുന്നത്. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ, നാടക രംഗത്തുള്ളവർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്നാൽ ഇവിടെ ചലച്ചിത്ര താരങ്ങൾക്കാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിൽ ചില ചലച്ചിത്ര താരങ്ങൾ അല്പവസ്ത്രധാരികളായി ഉദ്ഘാടനങ്ങൾക്കും മറ്റും സ്ഥിരമായി വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ആൾക്കൂട്ടം തിങ്ങി നിറയുന്നു. അത് അശ്ലീലമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ, ഈ പ്രസംഗത്തിനിടയിൽ പല ഘട്ടങ്ങളിൽ യു പ്രതിഭ തന്നെ പറഞ്ഞ കാര്യങ്ങളെ തിരുത്തുന്നുണ്ട്. അതായത് താൻ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടോ, മറ്റു മാധ്യമങ്ങൾ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ തന്നെയും ഇത് പറഞ്ഞതിന്റെ പേരിൽ താനും ആക്രമിക്കപ്പെടാം എന്നുള്ള രീതിയിൽ അവർ പറയുന്നു.
ഒപ്പം മോഹൻലാലിനെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ്. ഒരു സ്വകാര്യ ചാനലിൽ മോഹൻലാൽ നടത്തുന്ന പരിപാടിക്കെതിരെയായിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ നേടിയ മഹാനടനാണ്, പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വസ്ത്രം ഇറുകിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ കമന്റ് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ രീതിയിൽ മോഹൻലാലിനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. എന്തായാലും അതിന്റെ ഈ നവമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വീഡിയോ ക്ലിപ്പുകൾ, അതായത് ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം നടത്തുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ മറ്റ് പ്രതികരണങ്ങളിലേക്ക് പ്രതിഭ വന്നിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പോകാനും കഴിവുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അവർ തിരുത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ രീതിയിലുള്ള ഒരു മോശം പരാമർശവും MLA യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. തീർച്ചയായും. പക്ഷേ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവാണ് ഈ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നതെങ്കിൽ അതിനെതിരെ ഈ ഇടതുപക്ഷ നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വലിയ വിമർശനം ഉണ്ടാകാറുണ്ട്. ഇവിടെ പ്രതിഭാകരി ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഭ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ അത്തരമൊരു വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടില്ല. പക്ഷെ എങ്കിൽ പോലും സിനിമാ താരങ്ങളെ ഒന്നടങ്കം ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് MLA തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വിശദീകരണം തേടിയിരുന്നോ ശരണ്യ? അത്തരമൊരു പ്രതികരണം നമുക്കറിയാം. പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം വിവാദ പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് നവമാധ്യമങ്ങളിലൂടെ ഏറ്റവും അധികം പ്രതികരണം നടത്തുന്ന ഒരു ജനനേതാവാണ് പ്രതിഭ. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം പുച്ഛിക്കുന്ന രീതിയിൽ പല ഘട്ടങ്ങളിലും പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ആദ്യം പ്രതിഭ ഈ പ്രസംഗത്തിനകത്ത് പറയുന്നത് മക്കളെ എങ്ങനെ വളർത്തണം, മക്കളുടെ കൂടെ രക്ഷകർത്താക്കൾ ചിലവിടേണ്ട സമയത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നു. അങ്ങനെ പല വഴിയിൽ സംസാരിച്ച വന്നാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതി, തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണ്. കേരളത്തിലുള്ളവർ ഇത്ര വായ്നോക്കികളാണോ? അത് നിർത്താൻ പറയണം, തുണി ഉടുത്തു വരാൻ പറയണം. ഇത് സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുത്. മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്. തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും മാന്യമായ വസ്ത്രധാരണം വേണം എന്ന് പറയുന്നു. അതിൽ കഴിഞ്ഞ് പിന്നീട് ആ പ്രസംഗത്തിൽ വരുന്നത് മോഹൻലാലിന് നേരെയുള്ള ഒരു ആക്രമണമാണ്. മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട്. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് ആ പരിപാടി. അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്ന് കമന്റ് ചെയ്യുന്നു. അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല. അതായത് ചലച്ചിത്ര രംഗത്തുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പൊതുരംഗത്തേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അതൃപ്തിയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അവർ ചൂണ്ടിക്കാട്ടിയത് വിജയിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചലച്ചിത്ര താരങ്ങളായാണ് നിൽക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരേണ്ടവർ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അവരുമായി ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരാണ് വരേണ്ടതെന്നടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിൽ സ്ഫോടനാത്മകമായ പല കാര്യങ്ങളും. അങ്ങനെയെങ്കിൽ ഈ സ്വന്തം പാർട്ടിയുടെ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ പ്രതിഭ? ഏറ്റവും കൂടുതൽ ചലച്ചിത്ര താരങ്ങളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചതും ജനപ്രതിനിധികളാക്കിയതും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ചും CPM ആണ്. അതെ ടോമ, ഇത് പല ഘട്ടത്തിലും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ആ പരാമർശങ്ങളിലൊക്കെ തന്നെയും പിന്നീട് വലിയ ബുദ്ധിമുട്ട് CPM നേരിടുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ഇവർ പരസ്പരം ചെളിവാരി എറിയുന്ന ഘട്ടത്തിൽ പലപ്പോഴും പാർട്ടി ഇടപെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ പല കാര്യങ്ങളിലും അപക്വമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആ രീതിയിൽ CPM-നെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ വന്നിരിക്കുന്ന പ്രസംഗത്തിൽ പോലും ഇത്തരത്തിലൊരു ഈ രീതിയിൽ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം, എല്ലാ രീതിയിലും സ്വാതന്ത്ര്യമുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഈ വസ്ത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഒക്കെ മറ്റൊരാൾ കടന്നു കയറി ഒരു അഭിപ്രായം പറയുന്നു എന്നുള്ളത്. അതൊരു ജനപ്രതിനിധി പറയുന്നു എന്ന് വരുമ്പോഴാണ് അതിനകത്ത് അത് കുറച്ചുകൂടി പ്രാധാന്യം വരികയും അത് വളരെ മോശമായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രതികരണം പലയിടങ്ങളിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചയായി
ചർച്ചയായിട്ടുണ്ട്. Yes. ഈ വസ്ത്രധാരണ രീതികളിൽ MLA പിന്തുണച്ചുള്ള ആളുകൾ വരുന്നുണ്ട്, അതേസമയം അതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ മോഹൻലാലിനെ പോലെയുള്ള ആളെ കുറിച്ച് കഴിഞ്ഞ സർക്കാർ ഇപ്പോൾ മോഹൻലാലിനെ വിളിച്ച് ആദരിച്ച് ദിവസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒരു വിമർശനം, വളരെ മോശമായ ഒരു വിമർശനം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം, അതൊക്കെ ഇത് ഈ വ്യക്തിപരമായ താല്പര്യങ്ങളാണോ അതൊരു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചാണോ ഇത് പറയുന്നുള്ള ചോദ്യം തന്നെ ഉയർത്തുന്നതാണ്. ടോം. തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഇത് സിനിമാ താരങ്ങളെ മാത്രമല്ല മലയാളികളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ്, പരാമർശമാണ് പ്രതിഭ MLAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം തുണി ഉടുക്കാത്തവരെ കാണാൻ വേണ്ടി മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുസമൂഹം ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നു എന്ന രീതിയിലുള്ള പരാമർശം അങ്ങേറ്റം തരം താഴ്ന്നതാണ്, മലയാളി സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതാണ്. അത് തിരുത്താനുള്ളൊരു മനോഭാവം MLA കാട്ടേണ്ടതാണ്.